തിരുനാവായ ടൗണിലെ കാലങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് അധികൃതർ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടൗണിലെ ബസ് സ്റ്റോപ്പുകളാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പുത്തനത്താണി, കുറ്റിപ്പുറം, തിരൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക് ടൗൺ മധ്യത്തിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിലെ ബസ് സ്റ്റോപ്പുകൾ കുറച്ചുകൂടി മുന്നോട്ട് നീക്കിയാൽ ക്രമേണയായി വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തിരുനാവായനെ സംബന്ധിച്ചിടത്തോളം തിരുനാവായ വളരെയധികം ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ട്രാഫിക് ജാം ഇവിടെ നമുക്ക് ഈ സെൻട്രലാണ്, തിരുനാവായ സ്റ്റോപ്പ് സെൻട്രലാണ് നമ്മൾ വെയിറ്റിംഗ് ഷെഡ് വന്നിട്ടുള്ളത്. ഈ ബസ് സ്റ്റോപ്പ് വന്നത് കാരണം ശരിക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ്. ബസ് സ്റ്റോപ്പ് കുറച്ച് അങ്ങോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഈ ട്രാഫിക് ജാം നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ സ്കൂളുകൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ മണിക്കൂറുകളോളം ബ്ലോക്കിൻ്റെ സംവിധാനം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം തിരുനാവായ പട്ടണക്കാവ് വരെ ബ്ലോക്കാണ്. വളരെ ദുരിതത്തിലാണ് തിരുനാവായുള്ള ഗ്രാമവാസികളും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും വണ്ടിയിൽ നിന്ന് വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് വിനീതമായി പറയുക തന്നെയാണ്. എന്നാൽ ചില സ്വകാര്യ ബസ്സുകളുടെ വാശിയും ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും കാരണമാണ് തിരുനാവായ ടൗണിനെ ഗതാഗതത്തിൽ വീർപ്പുമുട്ടിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.